അടുത്ത പ്രോബ്ലം മോഡ്യൂൾ 4 ആണ്. എ ട്രയാങ്കുലർ ഗട്ടർ ഹൂസ് സൈഡ്സ് ഇൻക്ലൂഡ് 60 ഡിഗ്രി. അപ്പോൾ ഈ രണ്ട് സൈഡിനും ടോട്ടൽ 60 ഡിഗ്രി ആണ്. ഓക്കെ, കൺവൈസ് വാട്ടർ അറ്റ് എൻ യൂണിഫോം ഡെപ്ത് ഓഫ് 250 mm. അപ്പോൾ അതിൻ്റെ ഡെപ്ത് തന്നിട്ടുണ്ട്, മീറ്ററിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇഫ് ക്യൂ ഇസ് 0.05 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്, ഡിറ്റർമൈൻ ദ ഗ്രേഡിയൻറ്റ്. ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത് സ്ലോപ്പാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ചെസീസ് ഈക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ചെസീസ് ഈക്വേഷൻ എന്ന് പറഞ്ഞാൽ വി ഈസ് ഈക്വൽ ടു സി ഇൻറ്റു റൂട്ട് ഓഫ് എം ഇൻറ്റു ഐ ആണ്. അപ്പം നമുക്ക് ഐ ആണ് വേണ്ടത്. ക്യൂ ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി നിങ്ങൾക്കറിയാം. അപ്പം എല്ലാ വാല്യൂസും ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഐ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ ഇത് മാത്രമല്ല, നമ്മൾ റഫ്നെസ് കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. റഫ്നെസ് കോഎഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് കുട്ടേഴ്സ് കോൺസ്റ്റൻറ്റ് ആണ്, ദാറ്റ് ഇസ് എൻ ആണ്. ഓക്കെ, അപ്പം ഈ കുട്ടേഴ്സ് ഫോർമുല അപ്ലൈ ചെയ്തിട്ട് സി ഈസ് ഈക്വൽ ടു ഇതെല്ലാം ചെയ്തിട്ട് ഈ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് റഫ്നെസ് കോഎഫിഷ്യൻറ്റ് കിട്ടുന്നത്. ഓക്കെ, സി ഇൻ ടേംസ് ഓഫ് എന്നിൽ വേറെ ഒരു മാനിങ്സ് ഈക്വേഷൻ വെച്ചിട്ട് ഉള്ളതും ഉണ്ട്. ഓക്കെ, പക്ഷേ അത് മാനിങ്സ് കോൺസ്റ്റൻറ്റിന് മാത്രമേ പറയുന്നുള്ളൂ. ബുക്കിനകത്ത് റഫ്നെസ് കോഎഫിഷ്യൻറ്റിന് പ്രത്യേകിച്ച് വേർഡ് വരുന്നത് ഈ കുട്ടേഴ്സ് ഫോർമുലനകത്താണ് വരുന്നത്. അപ്പോൾ ഈ ഫോർമുലനകത്ത് എ നമുക്കറിയാമോ? എ അറിയത്തില്ല. ഏരിയ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു റെക്ടാങ്കിളാണ്, ഇതൊരു ട്രയാങ്കിളാണ്, ഇതൊരു ട്രയാങ്കിളാണ്. അപ്പം ഇതിൻ്റെ ടോട്ടൽ ഏരിയ എ ഒ ബി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 2 ഇൻറ്റു ഈ ഒരു ട്രയാങ്കിൾ എന്തുവാ? ഹാഫ് ബി എച്ച് അല്ലേ? ഹാഫ് ബി എച്ച്. ബി എച്ച് എന്ന് പറയുമ്പോൾ ബേസ് എന്തുവാ? എ സി, ഹൈറ്റ് എന്തുവാ? ഒ സി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്ക് ഒ സി ആണ് അറിയാം, 0.25 മീറ്ററിന് അറിയാം. പക്ഷേ എ സി അറിയത്തില്ല. എ സി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ ഡിഗ്രി ഉണ്ട് അല്ലേ? നമുക്കിത് ഏതാ? ഓപ്പോസിറ്റ് സൈഡാണ്, ഇത് അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ ടാൻ തീറ്റ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എ സി കിട്ടും. അപ്പം ടാൻ തീറ്റ അപ്ലൈ ചെയ്തിട്ട് എ സി കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ഏരിയ എന്താണ് നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ എം എന്തുവാ? ഏരിയ ഡിവൈഡഡ് ബൈ വെട്ടഡ് പെരിമീറ്റർ. ഏരിയ അറിയാം, വെട്ടഡ് പെരിമീറ്റർ എന്ന് പറയുന്നത് ഒ എ പ്ലസ് ഒ ബി ആണ്. ഓക്കെ, ഈ ഒ എ ഒ ബി എന്തുവാ? ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ പിത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ഇപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് ഒ എ ഒ സി സ്ക്വയർ പ്ലസ് സി ബി സ്ക്വയർ, അല്ലെങ്കിൽ ഒ സി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് പിന്നെ നമുക്ക് ആ ഫോർമുലയിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഐൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഐ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത എന്തെങ്കിലും റഫ്നെസ് കോഎഫിഷ്യൻറ്റിൻ്റെ ആ വലിയ ഫോർമുലനകത്ത് എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്നിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഇങ്ങനെയല്ലേ കിട്ടിയത്? ഐ ഈസ് ഈക്വൽ ടു 5.73 ഇൻറ്റു 10⁻³ ഇതുപോലെയാണ് എഴുതേണ്ടത്. അതിന് വേണ്ടി 1 ഡിവൈഡഡ് ബൈ ഈ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, നമുക്ക് ഇത് 1 ഡിവൈഡഡ് ബൈ ഈ വാല്യൂ ഇടുമ്പോൾ 173.817 ആണ് വരുന്നത്. നമ്മൾ 1 ഇൻ അങ്ങനെ എഴുതണം കേട്ടോ. അടുത്ത പ്രോബ്ലം, എ ട്രപ്പിസോഡൽ ചാനൽ ഹാസ് എ സൈഡ് സ്ലോപ്സ് 1 to 1. ഇറ്റ് ഈസ് റിക്വയർഡ് ടു ഡിസ്ചാർജ് ദിസ് മച്ച് മീറ്റർ ക്യൂബ് ഓഫ് വാട്ടർ വിത്ത് എ ബെഡ് ഗ്രേഡിയൻറ്റ് സ്ലോപ്പും തന്നിട്ടുണ്ട്. ഓക്കെ, ഇഫ് അൺലൈൻഡ് the value of Chessy's constant is this much. If lined with concrete, the value is 60. The cost per meter cube of excavation is 4 times the cost per meter square of lining. The channel is to be the most efficient one. Find whether the lined channel or the unlined canal will be cheaper. What will be the dimensions? അപ്പോൾ നമ്മൾ അവർ എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? 2 ട്രപ്പിസോഡൽ ചാനൽ, ഒന്ന് അൺലൈൻഡ്, ഇന്നൊന്ന് ലൈൻഡ്. ഓക്കെ, അൺലൈൻഡും ലൈൻഡും നമ്മൾ ഇത് ഏതാണ് ചീപ്പറിനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ ചീപ്പറിനുള്ളത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അതിൻ്റെ കോസ്റ്റ് വെച്ചിട്ടല്ലേ, കോസ്റ്റ് ഓഫ് എക്സ്കവേഷൻ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇത് കോസ്റ്റ് ഓഫ് എക്സ്കവേഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വോളിയൂം ഓഫ് എക്സ്കവേഷൻ കണ്ടുപിടിക്കണം. പിന്നെ ഒരു മീറ്റർ ക്യൂബിന് എത്ര കോസ്റ്റാണെന്ന് വെച്ചിട്ട് ടോട്ടൽ കോസ്റ്റ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അൺലൈൻഡ് കനാലിന് വോളിയൂം, എത്ര വോളിയൂം നമ്മൾ എക്സ്കവേറ്റ് ചെയ്യണമെന്ന് കണ്ടുപിടിക്കണം. ഒരു മീറ്റർ ക്യൂബ് കോസ്റ്റ് ഓഫ് എക്സ്കവേഷന് എത്രയാണ് കണ്ടുപിടിച്ചാലേ വോളിയൂം, ടോട്ടൽ വോളിയൂമിന് എത്ര ടോട്ടൽ കോസ്റ്റ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ഇവിടെയും ചെയ്യണം.
ഇതിൻ്റെ കൂടെ വേറെ എന്താ ചെയ്യേണ്ട? ലൈനിങ് ഉണ്ടല്ലോ, ഇവിടെ ലൈനിങ്ങും കൂടെ ചേർത്തിട്ട് ചെയ്യണം. അപ്പോൾ കോസ്റ്റ് ഓഫ് ലൈനിങ് കണ്ടുപിടിച്ച് ടോട്ടൽ എക്സ്കവേഷൻ കോസ്റ്റിൻ്റെ കൂടെ കോസ്റ്റ് ഓഫ് ലൈനിങ്ങും നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. മനസ്സിലായോ? ഓക്കെ. പിന്നെ ഈ കനാൽ നമ്മൾ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷനിലായിട്ടാണ് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ വാല്യൂസും നമ്മൾ ഇതിനകത്ത് എഴുതുക. ട്രപ്പിസോഡൽ ചാനലിൻ്റെ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ എന്തുവാ? ഹാഫ് ഓഫ് ദി ടോപ്പ് വിത്ത് മസ്റ്റ് ബി ഈക്വൽ ടു ദ ലെങ്ത് ഓഫ് ദി സ്ലോപ്പിംഗ് സൈഡ്. അതായത് B+2ND ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു D ഇൻറ്റു √n²+1. ഇത് എപ്പോഴും ഓർത്ത് വെക്കണം, മറക്കല്ലേ. ഹൈഡ്രോളിക് മീൻ ഡെപ്ത് മസ്റ്റ് ബി ഈക്വൽ ടു D/2. അപ്പം ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് B ഈസ് ഈക്വൽ ടു സം വാല്യൂ ഇൻറ്റു D എന്ന് ഒരു ഇക്വേഷൻ കിട്ടും. നമുക്ക് ഏരിയ എന്താണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അൺലൈൻഡ് കനാലിന്, അതായത് നോ ലൈനിങ് ആണെങ്കിൽ ഡിസ്ചാർജ് Q ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഏരിയ നമുക്കറിയാം, C നമുക്കറിയാം, D/2 ആണ് M. I നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഡെപ്ത്ത് എന്താണ് നമുക്ക് കിട്ടി. ഡെപ്ത്ത് കിട്ടിയാൽ പിന്നെ ബ്രെത്ത് കാൽക്കുലേറ്റ് ചെയ്യാം, ഏരിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അപ്പോൾ വോളിയം ഓഫ് ദി ചാനലും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ വോളിയം. അപ്പോൾ എക്സ്കവേഷനും ഇത്രയും മീറ്റർ ക്യൂബ് അല്ലേ നമ്മൾ എക്സ്കവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വോളിയം ഓഫ് ദി ചാനൽ ഇൻറ്റു കോസ്റ്റ് ഓഫ് എക്സ്കവേഷൻ ഇടുമ്പോഴാണ് ടോട്ടൽ കോസ്റ്റ് ഓഫ് എക്സ്കവേഷൻ എന്താണ് കിട്ടും അൺലൈൻഡ് കനാലിൻ്റെ. ഓക്കെ, കോസ്റ്റ് ഓഫ് എക്സ്കവേഷൻ പെർ മീറ്റർ ക്യൂബ് എത്രയാണ്? നമുക്ക് 4 ടൈംസ് ദ കോസ്റ്റ് ഓഫ് ലൈനിങ്ങിന് നമുക്ക് തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ലൈനിങ് നമ്മൾ ഇവിടെ എക്സിന് എടുക്കുക. ഓക്കെ, കോസ്റ്റ് ഓഫ് ലൈനിങ് ഇവിടെ നമ്മൾ എക്സിന് എടുക്കുക. അപ്പോൾ 4 ഇൻറ്റു എക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഓഫ് എക്സ്കവേഷൻ എന്തുവാണ് നമുക്ക് കിട്ടും. ഓക്കെ, ലൈൻഡ് കനാലിന് ദ സെയിം തിങ്, ഇവിടെ ലൈനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പം പിന്നെയും അതുപോലെ തന്നെ Q ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി. C ഇവിടെ മാറ്റം വരുന്നുണ്ട്, Cൻ്റെ വാല്യൂ 60 ആണ്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. പിന്നെ D കാൽക്കുലേറ്റ് ചെയ്യണം, B കാൽക്കുലേറ്റ് ചെയ്യണം, ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം, വോളിയം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും വോളിയമാണ് നമ്മൾ എക്സ്കവേറ്റ് ചെയ്യുന്നത്. ടോട്ടൽ കോസ്റ്റ് ഓഫ് എക്സ്കവേഷൻ ഫോർ ദ ലൈൻഡ് കനാൽ എന്താണ് കിട്ടും. ഇതിൻ്റെ കൂടെ കോസ്റ്റ് ഓഫ് ലൈനിങ് നമ്മൾ ആഡ് ചെയ്യണ്ടേ. അപ്പോൾ ഏരിയ ഓഫ് ലൈനിങ് ഇൻറ്റു കോസ്റ്റ് പെർ മീറ്റർ സ്ക്വയർ. ഏരിയ ഓഫ് ലൈനിങ് എന്ന് പറയുന്നത് പെരിമീറ്റർ ഓഫ് ദി ലൈനിങ് ആണ്. പെരിമീറ്റർ എന്ന് പറയുന്നത് B+2D ഇൻറ്റു √1+n², അല്ലേ. ട്രപ്പിസോഡൽ ചാനൽ അല്ലേ. അപ്പം ഈ സൈഡ് ലെങ്ത്ത് പ്ലസ് B ഈ സൈഡ് ലെങ്ത്ത്. ഇതിൽ നമ്മൾ ലൈനിങ് ഇടാൻ വേണ്ടിയിട്ട് ചെയ്യണ്ടേ, അതിൻ്റെ കാസ്റ്റും നമ്മൾ എക്സ്കവേഷനും ചെയ്യണം, ലൈനിങ്ങും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 കാസ്റ്റാണ് ഇവിടെ എടുക്കുന്നത്. അപ്പം ടോട്ടൽ കോസ്റ്റ് ഫോർ ദ ലൈൻഡ് കനാലിന് കോസ്റ്റ് ഓഫ് എക്സ്കവേഷൻ പ്ലസ് കോസ്റ്റ് ഓഫ് ലൈനിങ്. ഓക്കെ, അപ്പം നമ്മൾ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വാല്യൂ വന്നത്. ഇത് രണ്ടും കമ്പയർ ചെയ്തപ്പോൾ ഇതാണല്ലേ ചീപ്പർ. അപ്പോൾ ലൈൻഡ് കനാൽ ഇസ് ചീപ്പർ. ഡയമെൻഷൻസ് എഴുതുക, അതിൻ്റെ ഡയമെൻഷൻസ് എഴുതുക. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അടുത്ത മോഡ്യൂൾ 5 ആണ്. The depth of flow of water at a certain section of a rectangular channel is 2 meter, wide is 0.3 meter. Rectangular channelൻ്റെ വിത്ത് 2 meter ആണ്. അതിൻ്റെ ഡെപ്ത്ത് അവർ തന്നിട്ടുണ്ട് 0.3 മീറ്ററിന്. അതിൻ്റെ Q തന്നിട്ടുണ്ട്. ഡിറ്റർമൈൻ വെദർ ദ ഹൈഡ്രോളിക് ജംപ് വിൽ അക്കർ ഓൺ നോട്ട്. അത് നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ അതിൻ്റെ ഹൈറ്റ്, പിന്നെ ലോസ് ഓഫ് എനർജി കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം റെക്ടാങ്കുലർ ചാനലിൻ്റെ വിത്ത് നമ്മൾ എഴുതി, അതിൻ്റെ ഡെപ്ത്ത് ഇനിഷ്യൽ ഡെപ്ത്ത് എഴുതി, Q തന്നു. ഓക്കെ, നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ട? ഹൈഡ്രോളിക് ജംപ് അക്കർ ഓൺ നോട്ട് കണ്ടുപിടിക്കണം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഒന്ന് നമ്മൾ ഫ്രൂട്ട് നമ്പർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ, അതായത് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോയിൽ മാത്രമേ നമുക്ക് എന്ത് വരും? ഹൈഡ്രോളിക് ജംപ് വരും. അപ്പോൾ ഇഫ് ദ ഫ്രൂട്ട് നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഹൈഡ്രോളിക് ജംപ് അക്കേഴ്സ്. അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ക്രിട്ടിക്കൽ ഡെപ്ത്ത് നമ്മുടെ ഡെപ്ത്ത് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ 2 രീതിയിൽ നിങ്ങൾ കാണിക്കാം. ഇപ്പോൾ ഫ്രൂട്ട് നമ്പർ എന്ന് പറയുന്നത് V ഡിവൈഡ് ബൈ √G ഇൻറ്റു Y ആണ്. എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് ഗ്രേറ്റർ ദാൻ 1 ആണ് വന്നത്. ഇപ്പോൾ ഹൈഡ്രോളിക് ജംപ് അക്കേഴ്സ്. ഇങ്ങനെയും കണ്ടുപിടിക്കാം. Or you can do it by this way also. Critical depth Q² divided by G the whole power 1/3. ഈ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് YC കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ ഡെപ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മുടെ ഡെപ്ത്ത് ലെസ്സർ ദാൻ ആണ്, അതുകൊണ്ട് ഹൈഡ്രോളിക് ജംപ് അക്കേഴ്സ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫ് ഓർമ്മ ഉണ്ടോ? സ്പെസിഫിക് എനർജി വേഴ്സസ് ഹൈറ്റ്. ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കത്തില്ലേ?
ഈ ഒരു പോയിൻ്റാണ് YC എന്ന് നമ്മൾ പറയുന്നത്. ഈ YCൻ്റെ താഴോട്ടുള്ളത് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ആണ്. ഇതിൻ്റെ മുകളിലോട്ടുള്ളത് സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് എഫ് ഇസ് ലെസ് ദാൻ 1 ആണെങ്കിൽ സബ് ക്രിട്ടിക്കൽ ഫ്ലോ, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ. ഈ YCനെ കാട്ടിലും ഇതിൻ്റെ ഡെപ്ത് കുറവാണ്. YCനെ കാട്ടിലും സബ് ക്രിട്ടിക്കൽ ഫ്ലോയിൽ Yൻ്റെ ഡെപ്ത് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി. either this or this വെച്ചിട്ട് ഹൈഡ്രോളിക് ജമ്പ് അക്കർ ആകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ഇനീഷ്യൽ ഡെപ്ത് തന്നിട്ടുണ്ട്, അപ്പോൾ മറ്റേ ഡെപ്ത് നമുക്ക് കണ്ടുപിടിക്കാം. എന്തിന്? ഹൈറ്റ് ഓഫ് ദി ജമ്പ് ഇസ് ഈക്വൽ ടു y2 മൈനസ് y1 ആണ്. y1 നമുക്കറിയാം, y2 അറിയത്തില്ല. അതുകൊണ്ട് ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യുക. ഈ ഫോർമുലനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ താഴെ 1 ആണെങ്കിൽ ഇവിടെയും 1 ആയിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് വേറെ ഒരു രീതിയിലും എഴുതാം. ഇങ്ങനെ y1 ഡിവൈഡ് ബൈ ഇങ്ങനെയും എഴുതാം. y1 ഡിവൈഡ് ബൈ y2 ഇസ് ഈക്വൽ ടു മൈനസ് 1/2 പ്ലസ് 1/2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 8. ഇവിടെ 2 അല്ലേ, അപ്പോൾ f2 സ്ക്വയർ ഇങ്ങനെ എഴുതാം. അപ്പം നമുക്ക് y1 അറിയാം, y2 ആണ് വേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഫോർമുല എഴുതി. അപ്പോൾ f1 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് y2 കാൽക്കുലേറ്റ് ചെയ്യാം, ഹൈറ്റ് ഓഫ് ദി ജമ്പ് കാൽക്കുലേറ്റ് ചെയ്യാം. ലോസ് ഓഫ് എനർജീൻ്റെ ഫോർമുല HL ഇസ് ഈക്വൽ ടു ഈ ഫോർമുല അപ്ലൈ ചെയ്ത് ലോസ് ഓഫ് എനർജി കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ അവസാനം റിസൾട്ട് എഴുതുക. ഓക്കെ, ലാസ്റ്റ് പ്രോബ്ലം. എസ് ലൂയിസ് ഗേറ്റ് ഡിസ്ചാർജസ് വാട്ടർ ഇൻ ടു എ ഹൊറിസോണ്ടൽ റെക്ടാങ്കുലർ ചാനൽ വിത്ത് എ വെലോസിറ്റി. വി തന്നിട്ടുണ്ട്, ഡെപ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ദ വിത്ത് ഓഫ് ദി ചാനലും തന്നിട്ടുണ്ട്. ഡിറ്റർമൈൻ ഇത് സെയിം പ്രോബ്ലം. ജമ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ജമ്പും ലോസ് ഓഫ് എനർജി കാൽക്കുലേറ്റ് ചെയ്യണം ആൻഡ് ഓൾസോ ദ പവർ ലോസ്റ്റ്. ഓക്കെ, ദ സെയിം പ്രൊസീജിയർ. അപ്പോൾ ആദ്യം ഫ്രൂട്ട് നമ്പർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഹൈഡ്രോളിക് ജമ്പ് അക്കേഴ്സ് ആണ്. നമ്മുടെ ഈ കണ്ടീഷനിൽ ഗ്രേറ്റർ ദാൻ 1 ആണ്. അതുകൊണ്ട് ഹൈഡ്രോളിക് ജമ്പ് അക്കേഴ്സിന് കണ്ടുപിടിച്ചു. പിന്നെ നമുക്ക് അടുത്ത ഡെപ്ത് കണ്ടുപിടിച്ചാലല്ലേ ഹൈറ്റ് ഓഫ് ദി ജമ്പ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ y2 ബൈ y1 ആ ഒരു ഫോർമുല അപ്ലൈ ചെയ്ത് y2 കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ജമ്പ് കാൽക്കുലേറ്റ് ചെയ്യുക, ലോസ് ഓഫ് എനർജി കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, പവർ ലോസ് ഇസ് ഈക്വൽ ടു റോ ജി ക്യൂ ഇൻറ്റു HL ആണ്. ഹെഡ് ലോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തില്ലേ, ആ വാല്യൂ ഇതിനോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് പവർ ലോസ് എന്താണ് കിട്ടും. ഓക്കെ, അപ്പോൾ അവസാനം റിസൾട്ട് എഴുതുക. ഓക്കെ, ഇത് പാർട്ട് എനകത്തുള്ള ഒരു പ്രോബ്ലമാണ്. ഡിറ്റർമൈൻ ദ ടോട്ടൽ പ്രഷർ ഓൺ ദ സർക്കുലർ പ്ലേറ്റ് ഓഫ് ഡയ 1.5 മീറ്റർ വിച്ച് ഇസ് പ്ലേസ്ഡ് വെർട്ടിക്കലി ഇൻ വാട്ടർ ഇൻ സച്ച് എ വേ ദാറ്റ് ദ സെൻറ്റർ ഇസ് 3 മീറ്റർ. സെൻറ്റർ ഫ്രീ സർഫേസിൽ നിന്ന് 3 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. ഈ സർക്കുലർ പ്ലേറ്റിൻ്റെ ഡയാമീറ്റർ 1.5 മീറ്റർ ആണ്. ടോട്ടൽ പ്രഷറാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ സെൻറ്റർ ഓഫ് പ്രഷറും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, റോ ജി എ ഇൻറ്റു H ബാറിന് അറിയാം. H ബാർ 3 മീറ്റർ ആണ്. ഫ്രീ സർഫേസിൽ നിന്ന് ഇതിനോട് സെൻറ്റർ 3 അല്ലേ, അപ്പോൾ H ബാർ വിൽ ബി 3. അപ്പോൾ ടോട്ടൽ പ്രഷർ എളുപ്പത്തിൽ കിട്ടും. ഓക്കെ, ടോട്ടൽ പ്രഷർ കണ്ടുപിടിച്ചു. അപ്പോൾ H സ്റ്റാർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? H ബാർ പ്ലസ് IG ഡിവൈഡ് ബൈ AH ബാർ. IG കണ്ടുപിടിക്കാനുള്ള ഫോർമുല എല്ലാവർക്കും അറിയാമല്ലോ, π/64 d⁴. ഡയാമീറ്റർ ആണ് 1.5. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് IG കാൽക്കുലേറ്റ് ചെയ്യുന്നത് H സ്റ്റാർ കാൽക്കുലേറ്റ് ചെയ്യുക. H സ്റ്റാർ ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ H ബാർ. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക. ഓക്കെ.